പെൺവഴികൾ ഒരു തെക്കൻ മലബാർ ഗ്രാമത്തിൻ്റെ ദേശത്തിൻ്റെ വെളുത്തട എന്ന ദേശത്തിൻ്റെ കഥയാണ്. ആ നാട്ടിലെ ജീവിതങ്ങളുടെ ഇഴുകിച്ചേർന്ന് പല മതവിഭാഗങ്ങളും ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ കഥയാണ് പെൺവഴികൾ. എനിക്ക് തോന്നുന്ന അധികം കഥകൾ ഇങ്ങനെ ആ പ്രദേശത്ത്, പ്രത്യേകിച്ച് മുസ്ലിം മാപ്പിള കുടുംബങ്ങളെക്കുറിച്ചുള്ള കഥകളൊന്നും കാര്യമായിട്ട് കഥാകാരന്മാരും കുറവായിരുന്നു എന്ന് തോന്നുന്നു. അതിലൊക്കെ ഈ പെൺവഴികൾക്ക് ചില പ്രത്യേകതകളുണ്ട് തീർച്ചയായിട്ടും. അരനൂറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു കഥ കഴിയുന്നത്ര ചുരുക്കി പറയുകയാണ്. എപ്പോഴും കഥാകാരൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ചുരുങ്ങിയ വാക്കുകളിലൂടെ കഥ പറഞ്ഞു പോകുക എന്നുള്ളതാണ്. കുറേ കഥാപാത്രങ്ങൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. മാമു എന്ന ഒരു ബാലൻ, അവൻ വളർന്ന് വലുതായി പുറപ്പെട്ടു പോയി. ആ നാട്ടിൽ പലപ്പോഴും ഉണ്ടാവുന്നൊരു സംഭവം പലയിടത്തേക്കായിട്ട്, ആദ്യമൊക്കെ കൽക്കത്ത, മുംബൈ തുടങ്ങിയ നാട്ടിലേക്കൊക്കെ രക്ഷപ്പെട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉപജീവനം കണ്ടെത്തലാണ് സാധാരണ ചെറുപ്പക്കാർ പതിവ്. ഇടക്കാലത്ത് അറുപതുകൾക്ക് ശേഷം ദുബായ് എന്നൊരു വലിയ സ്വപ്നഭൂമി എല്ലാവരെയും ആകർഷിക്കാൻ തുടങ്ങി. അങ്ങനെ ദുബായിലേക്കുള്ള പോക്ക് അത് യാതൊരു യാത്രാരേഖകളൊന്നും ഇല്ലാത്തൊരു പോക്കായിരുന്നു. ശരിയായിട്ടുള്ള വാഹനങ്ങളുമില്ല. ശരിക്കും പോയിരുന്നത് ലോഞ്ച്, സാധാരണ ഒരു ബോട്ടിനേക്കാൾ അല്പം വലിയ ഒരു ലോഞ്ചിലൊക്കെ കയറിയാണ് ആളുകൾ പോയിരുന്നത്. സാഹസികമായിട്ടുള്ള യാത്ര. പോണവരിൽ പലരും അവിടെ എത്താറ് തന്നെ ഇല്ല. അവർക്കെന്ത് സംഭവിച്ചെന്ന് ആരും അന്വേഷിക്കാറുമില്ല. അങ്ങനെ പോയിട്ടാണ് പലരും ദുബായ് എന്ന സ്വപ്നഭൂമി കെട്ടിപ്പടുത്തതും അതിൽ തന്നെ പലരും പിടിച്ചു കയറി വലിയ പണക്കാരും ഒക്കെ ആയി തിരിച്ചു വരികയും ഇന്ത്യൻ എക്കണോമിയെ തന്നെ സ്വാധീനിക്കുന്ന അവസ്ഥയിൽ വളർന്നു വരികയും ചെയ്തിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും നശിക്കുകയും യാതനകൾ അനുഭവിച്ച് ഒന്നുമില്ലാണ്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ കുടുംബക്കാർ അവർ ആർജിച്ചത് മുഴുവൻ, അവരെ പുറത്തുനിന്ന് ഉണ്ടാക്കിയത് മുഴുവൻ വലിച്ചു കുടിച്ചിട്ടുണ്ടാവും. തിരിച്ചു വരുമ്പോൾ അവർ വേണ്ടാത്തവരായിട്ടാണ് വരിക. അപ്പോൾ ഈ 60 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലത്തിലധികം കാലത്ത് ആ വെളുത്തട എന്ന പ്രദേശത്തിൻ്റെ കഥ വളരെ ചുരുക്കി വായനക്കാരന് കഴിയുന്നത്ര ബോറടിക്കാത്ത വിധത്തിൽ ഒരു നല്ല വേഗത എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് എഴുതിയേക്കുന്ന ഒരു നോവലാണ് പെൺവഴികൾ. എന്തുകൊണ്ട് പെൺവഴികൾ എന്നുള്ളൊരു പെൺവഴികൾ അത് വാസ്തവത്തിൽ എഴുതി വന്നപ്പോഴും അവിടെ അതിൽ മുഴച്ചു നിന്നിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ മുഴച്ചു നിന്നിരുന്ന കാര്യം, അതിൽ വന്നിരുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും പെണ്ണുങ്ങൾ, സ്ത്രീകൾ കൂടുതൽ പ്രാമുഖ്യം നേടുകയും അധികാരത്തിലെത്തും. കുടുംബത്തിൻ്റെ പുറത്തൊക്കെ മുസ്ലിം സ്ത്രീകൾ വളരെ അടക്കവും ഒക്കെയുള്ള വളരെ ചുറ്റുപാടുകൾക്കൊക്കെ കീഴടങ്ങിയ, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് കീഴടങ്ങിയ ആയിട്ടാണ് മുസ്ലിം സ്ത്രീകൾ അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ പല വീടുകളിലെയും മുസ്ലിം അകത്തളങ്ങളിൽ അവരാണ് ഭരിച്ചിരുന്നത്. ഇത് പുറം ലോകത്തിന് അറിയില്ല. ചുരുങ്ങിയ പക്ഷം ഞങ്ങളുടെ നാടുകളിൽ പല പെണ്ണുങ്ങളും പല സ്ത്രീകളും അങ്ങനെയായിരുന്നു. ഒരു കുടുംബം, വലിയ കുടുംബങ്ങൾ മുഴുവൻ അടക്കി ഭരിക്കാനുള്ള ഒരു അവസരം പെണ്ണുങ്ങൾക്ക് ഉണ്ടായിരുന്നു. പലപ്പോഴും ആണുങ്ങൾ അതിന് കീഴടങ്ങി കൊടുക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എഴുതി വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇത്തരം പെണ്ണുങ്ങളുടെ ഒരു കഥയെ, ഒന്നിലധികം പെണ്ണുങ്ങളുടെ കഥയായി തീർന്നു പെൺവഴികൾ. സ്വാഭാവികമായിട്ടും അതിന് ആ പേര് കൊടുത്തു. അല്ലെങ്കിൽ പല വിചിത്രവും വളരെ പുതുമയായിട്ടുള്ള പേരുകൾ അതിനിടായിരുന്നു. ഉദാഹരണത്തിന് അതിലെ കഥയിലെ ഒരു പ്രധാന ഘടകം മെതിയടിയാണ്. ഘടകം എന്ന് പറഞ്ഞാൽ വളരെയധികം തിളക്കമുള്ള ഒരു സംഭവം. ഒരു മെതിയടിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അതൊരു സ്ത്രീ ഒരുപാട് കാലം ധരിച്ച മെതിയടിയെ ആരാധിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു കഥാപാത്രമായിട്ടുണ്ട്. ആ പേര് അതിന് ആകർഷകമായിട്ട് ഇടായിരുന്നു. പക്ഷേ അപ്പോൾ പ്രസക്തമായിട്ടുള്ള വിഷയം പെണ്ണിൻ്റെ ഈ പ്രത്യേക രീതി, പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ പെണ്ണ് സ്വീകരിക്കുന്ന ഒരു രീതി, അതാണ് അതിലേറ്റവും വ്യക്തതയുള്ള തിളക്കമുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് പെൺവഴികൾ എന്ന് പേരിട്ടത്. ഇത് പറയുമ്പോൾ തന്നെ ലോക ചരിത്രത്തിലെ ഒരുപാട് നേതാക്കന്മാരെ, പെൺ നേതാക്കന്മാരെ കുറിച്ച്, ഇന്ദിരാഗാന്ധി, ഗോൾഡ മേയർ, മാർഗരറ്റ് താച്ചർ അടക്കമൊക്കെ ഉള്ള ഒരുപാട് പെണ്ണുങ്ങളുടെ കാര്യം ഇതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും. അവരൊക്കെ
ഏതൊരു ആണിനേക്കാളും, ഇന്ത്യ ഭരിച്ച ഏതൊരു ആണിനേക്കാളും ധീരയും ശക്തിയായിരുന്നു ഇന്ദിരാഗാന്ധി. മാത്രമല്ല അവർ ഒരു തരം സ്വച്ഛാധിപത്യ പ്രവണതയും കാണിച്ചിരുന്നു വളരെ പ്രകടമായിട്ടും. ഇതേ പ്രവണത തന്നെയാണ് നോവലിലെ പ്രധാന ക്യാരക്ടറായിട്ടുള്ള ഐസുമ്മ. ഇതേ സ്വഭാവമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്, വീട്ടിനുള്ളിലും പുറത്തും മറ്റും. അങ്ങനെ ഐസുമ്മയുടെ പ്രഭാവം, ഐസുമ്മയുടെ അധികാരം തകർത്തുകൊണ്ട് വേറൊരു പെണ്ണ് വരുന്നുണ്ട്. അവളും ഏകദേശം ഇതുപോലെയൊക്കെ ആണ് ചെയ്യണത്. അപ്പോൾ പെണ്ണുങ്ങളുടെ രീതി, സ്ത്രീകൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും പരിഹരിക്കുകയും ചെയ്യണ രീതിയാണ് ഈ നോവലിൽ പ്രധാന ഘടകം. അതുകൊണ്ടാണ് പെൺവഴികൾ. ഇനി സ്വാഭാവികമായിട്ടും കഥയിൽ വന്നു പോണ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം അവതരിപ്പിച്ചു പോണ പല കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഒരു കഥാപാത്ര സൃഷ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് ബഷീറിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞാണ്. അപ്പോൾ എപ്പോഴും ഒരിക്കലും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത് ഏറ്റവും കുറഞ്ഞ വാക്കുകളെ കൊണ്ട് കഥാപാത്രത്തിനെ അവതരിപ്പിക്കാനാണ്. വിജയിച്ചോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്. പക്ഷേ അതിന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് കുറേ അധികം കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ ശരിക്കും കാണിക്കുന്ന ചില കഥാപാത്രങ്ങൾ. സ്വാതന്ത്ര്യം കിട്ടി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയുള്ള കാലത്തെ അവസ്ഥ, സാമ്പത്തിക അവസ്ഥ, പുരോഗതിയുടെ അവസ്ഥ, ഈ പുരോഗതി അല്ലെങ്കിൽ വികസനം എന്നുള്ള ഒരവസ്ഥ, ഒരു പാലം പണി വരുമ്പോൾ ഒരുപാട് പേരെ അത് സ്വാധീനിക്കുകയും അവരെ ആവേശം കൊള്ളിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആ ചുറ്റുപാടുള്ള കുറച്ച് പേരെയെങ്കിലും മാനസികമായിട്ട് അത് തകർക്കുന്നുണ്ട്. ഒരു പുഴയെ ആശ്രയിച്ച്, കടവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് പേരുണ്ടാവും. കടത്ത് കടത്തുന്നവർ, അവിടെ ചായപ്പീടിയക്കാർ. ഇവരുടെ സ്വപ്നങ്ങൾ, ഇവരുടെ ജീവിതം ഈ പാലം പണിയിൽ തകർന്നു പോകുന്നുണ്ട്. ആരും ശ്രദ്ധിക്കണില്ല. കാരണം പാലം പണിയുടെ ആ മാസ്മരികമായിട്ടുള്ള ആവേശത്തള്ളലിൽ ഇവരെ ശ്രദ്ധിക്കാണ്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ. വളരെ ദുഃഖം അനുഭവിക്കുന്നവർ, വേറെ വഴിയില്ലാണ്ട് മരണം സ്വീകരിക്കുന്ന കുറച്ച് കഥാപാത്രങ്ങൾ, അതുപോലെ വളരെ ശക്തമായിട്ടുള്ള ചില കഥാപാത്രങ്ങൾ അതിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അതിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചൊരു വലിയ കാര്യങ്ങളുണ്ട്. വെള്ളം അതിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിൽ വെള്ളത്തിന് ഒരുപാട് അവസരങ്ങളുണ്ട്. കുളങ്ങൾ, തോടുകൾ, പുഴകൾ, അങ്ങനെ ഒരു നെറ്റ്വർക്ക് വെള്ളത്തിൻ്റെ പുരാതന കാലം മുതലുണ്ട്. ഇന്ന് നമുക്കതില്ല. നമ്മളെല്ലാ തോടുകളും നികത്തി, എല്ലാ കുളങ്ങളും നികത്തി, വെള്ളത്തിൻ്റെ ഈ ഒരു നെറ്റ്വർക്ക്, ആ ഒരു എങ്ങനെയോ ഒക്കെ പ്ലാൻ ചെയ്ത, എന്തോ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു ടെക്നീഷ്യൻ പ്ലാൻ ചെയ്ത പോലെയുള്ള സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പണ്ട്. നമ്മളിതൊക്കെ തകർത്ത് കഴിഞ്ഞു. വികസനം കൊണ്ട് വന്നേക്കുന്ന കാര്യങ്ങൾ, ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തകർത്ത് കളഞ്ഞിട്ട് ആണ് നമ്മൾ ജീവിക്കുന്നത്. തോടുകളൊക്കെ റോഡുകളായി, അല്ലെങ്കിൽ കുളങ്ങളില്ലാണ്ടായി, പുഴകളുള്ളതൊക്കെ വേറെ പുഴകളുടെ അതിൻ്റെ ശരിയായ ആവശ്യത്തിനല്ലാതെ ഉപയോഗിച്ച് പുഴകളൊക്കെ നശിച്ചു. അപ്പോൾ ഈ പുഴകളും ഈ തോടുകളും കുളങ്ങളിൽ നിന്നുള്ള വെള്ളവും പുഴ എന്നുള്ള വെള്ളം എല്ലാം കൂടി അവസാനം ചെന്ന് ചേരുന്നത് കടലിലാണ് സ്വാഭാവികമായിട്ടും. അതൊരു ഒരു സാധാരണ കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഒരുപക്ഷെ ജീവിതങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഇതിൽ പല കഥാപാത്രങ്ങളും ഇങ്ങനെ അവസാനിക്കുന്നത് കടലിലാണ്. അവർ ഈ തോടുകളിൽ നിന്ന്, കുളങ്ങളിൽ നിന്ന് ഒഴുകി തോടുകളിലൂടെ കനാലുകളിലെത്തി, പുഴകളിലെത്തി, പുഴയിൽ നിന്ന് കടലിൽ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ പല കഥാപാത്രങ്ങളുടെ ജീവിതവും അവസാനിക്കുന്നത് കടലിലാണ്. പ്രധാന കഥാപാത്രമായിട്ടുള്ള മാമുവിൻ്റെ അടക്കം ജീവിതം അവസാനിക്കുന്നത് കടലിലാണ്. ഇതുകൊണ്ട് ഒരു കാര്യം, ഒരു പ്രത്യേക ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഫിലോസഫി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രമാത്രം വിജയിച്ചു എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് സുഹൃത്തുക്കൾ വായനക്കാർ പറയേണ്ടി വരും. ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളെ ഈ സെമിറ്റിക് ചിന്തയിൽ ഒരുപാട് നബിമാരുണ്ട്, പ്രോഫറ്റ്സ് ഉണ്ട്. ഒന്നിൻ്റെ പുറകെ വരുന്ന ഒരുപാട് പ്രോഫറ്റ്സ്. ഭാരതീയ ചിന്തയിലും ഒരുപാട് അവതാരങ്ങളുണ്ട്. ഈ വാസ്തവത്തിൽ ഇവരൊക്കെ
ഓരോ സന്ദർഭത്തിൽ അവതരിച്ച് അവരുടെ കുറേ ധർമ്മം, അവർക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച് വിജയിച്ചവരെയാണ് നമ്മൾ ഈ പ്രോഫറ്റ് എന്ന് അല്ലെങ്കിൽ അവതാരം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നിരന്തരം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. പലപ്പോഴും രേഖപ്പെടുത്താതെ ഇങ്ങനെ ഒരേ ആൾ തന്നെ അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ളവർ ചിലപ്പോൾ 1000-10,000 കൊല്ലം കഴിഞ്ഞിട്ട് ജനിക്കുന്നുണ്ടാവും. അവരൊരു പക്ഷേ ഉപയോഗിക്കുന്നത് കത്തിയായിരിക്കില്ല, ചിലപ്പോൾ AK-47 ഉപയോഗിക്കുന്നുണ്ടാവും. അവരുടെ ആയുധത്തിന് അല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തിന് മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഫങ്ഷൻ പലപ്പോഴും അവരുടെ പഴയ രൂപം ചെയ്യണതായിരിക്കും. ഒരു ശരിക്കും ഇതൊരു റീഇൻകാർണേഷൻ്റെ സന്ദേശമല്ല, ഒരു പുനർജന്മത്തിൻ്റെ സന്ദേശമല്ല. അതിലെനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഈ ജീനുകൾ, ഈ മനുഷ്യൻ്റെ ജീനുകൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അതുപോലെ തന്നെ എന്തുകൊണ്ട് വന്നുകൂടാ? ഒരു 1000 കൊല്ലം മുമ്പ് ജനിച്ച അതേപോലെ ഒരു മനുഷ്യൻ എവിടെന്നെങ്കിലും, ഇപ്പോൾ കേരളത്തിൽ പെരിയാറിൻ്റെ തീരത്ത് ജനിച്ച ആളാണെങ്കിൽ ഒരു യൂഫ്രട്ടീസിൻ്റെ തീരത്തുനിന്ന് അയാൾ അവതരിച്ചുകൂടാന്നില്ല, അയാൾ അവിടെ ജനിച്ചുകൂടാന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ജനറ്റിക് സങ്കലനങ്ങളൊക്കെ ഒരു ചേർന്ന് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരാളുണ്ടാവാം. അതേ സ്വഭാവം കാണിക്കാം. ധിക്കാരിയാണെങ്കിൽ ധിക്കാരിയായിട്ട് തന്നെ ജീവിക്കാം, ക്രൂരനാണെങ്കിൽ ക്രൂരനായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ സമൂഹത്തിനെ ബോധവൽക്കരിക്കാനോ ഉദ്ധരിക്കാനോ ഉള്ള സ്വഭാവമാണ് അയാൾക്ക്. അങ്ങനത്തെ ഒരു അന്തർലീനമായി കിടക്കണ അങ്ങനത്തെ ഒരു കാര്യമാണ് അയാളുടെ മനസ്സിലുള്ളതെങ്കിൽ അത്തരം ഒരു പ്രവൃത്തി ചെയ്ത് അയാളെ പോകാം. അത് ലോകത്തിന് മുഴുവൻ സ്വാധീനിക്കുന്നതായിത്തീരുമ്പോൾ അയാൾ പ്രോഫറ്റ്, ഒരു നബിയായിത്തീരുന്നു. അല്ലെങ്കിൽ അതിനേക്കാളും കവിഞ്ഞ ചിലപ്പോൾ ഒരു അവതാര പുരുഷൻ പോലെ ആയിത്തീരുന്നു. അല്ല, ഒരു സാധാരണക്കാരനാണെങ്കിൽ അയാൾ ജനിച്ച് അതുപോലെ തന്നെ മരിച്ചു പോകുന്നുണ്ടാവും. ആരും ഗണിക്കപ്പെടാണ്ട്, ആരും ശ്രദ്ധിക്കപ്പെടാണ്ട്, അല്ലെങ്കിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാണ്ട് പോകുന്നുണ്ടാവും. ഈ കടൽ അല്ലെങ്കിൽ ഇങ്ങനെ കടലെന്ന് പറഞ്ഞ ഒരു പ്രതിനിധി, വെള്ളത്തിൻ്റെ ഒരു സങ്കീർണ അവസ്ഥ, അതുപോലെ ജീനുകളുടെ സ്വഭാവങ്ങളുടെ ഒരു കടൽ, ഒരു സമുദ്രം, മഹാസമുദ്രം ഉണ്ട്. അതിൽ നിന്ന് വീണ്ടും അവതാരങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളൊരു സൂചന അതിൽ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. നോവലിൻ്റെ ഒരു അന്തർലീനമായി കിടക്കുന്ന ഒരു വലിയ ഫിലോസഫി അതാണ്.